മലയാള സിനിമയിലെ ചില താരങ്ങളെ ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് മലയാളത്തിൻ്റെ നിത്യവസന്തം ശ്രീ പ്രേം നസീർ. പ്രിയമുള്ള എൻ്റെ നാട്ടുകാർ, ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ശീലം ഉണ്ടാക്കും എന്നാണ് വിചാരിച്ചത്. സുന്ദരിമാരായ കുറെ പേരെ കണ്ടപ്പോൾ സങ്കടം മാറിക്കിട്ടി. ശിലംപൊലിക്കാറ്റ് ഒന്ന് ചുറ്റിയടിച്ചാട്ട്, സമയമുണ്ടെങ്കിൽ ഒന്ന് കൂടി ചുറ്റിയടിച്ചാട്ട്, മണ്ടിപ്പെണ്ണി ഒന്ന് ചിരിച്ച്, അങ്ങനില്ല ഇങ്ങനെ എല്ലാം പോയി. അടുത്തത് ശ്രീ മധു. രാഘവ, നീ പാൽക്കാരിയുടെ മകൾ കല്യാണി തമ്മിൽ എന്താണ് ബന്ധം? പ്രേമോന്ന് മണ്ണാൻ കെട്ടാൻ പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് നിനക്കിപ്പോ അവളെ വേണ്ടല്ലേ? എടാ മാറി നിൽക്കടാ അങ്ങോട്ട്. അടുത്ത ശ്രീ തൃപ്പണിത്തറ. ശിവ, തന്റെ മകനെ അമേരിക്ക വെച്ച് കണ്ടു. അവൻ എന്നോട് പറയാ അവനിനി നാട്ടിലേക്ക് വരുന്നില്ല എന്ന്. എടോ, എന്താടോ കഥ? ശ്രീ ജാഫർ സിംഗ്. എന്റെ പൊന്നു പടച്ചോനെ, എന്നാ പരിപാടി അവന് കാണിച്ചു വെച്ചേക്കണത്? അല്ലാ പിലാലിക്ക, മുരുകനൊക്കെ ഉണ്ടല്ലോ. ശ്രീ കൊച്ചു പ്രേമൻ. അയ്യോ, ആ പട്ടിയെ വിട്ടിട്ടുള്ള പരിപാടി അതത്ര നന്നായിരുന്നില്ല കേട്ടോ. പട്ടിയോട്ട് സൂക്ഷിക്കുക ബോർഡ് വെക്കുന്നത് പോലെ മുണ്ട് പറിക്കുന്ന കുട്ടിയോട്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് നന്നായിരിക്കും. യഥാപിരവാച്ച ബീജോടങ്ങോട്ടു. ശ്രീ ജനാർദ്ദനൻ. ജനാർദ്ദന്റെ പഴയ ശബ്ദവും പുതിയ ശബ്ദവും. ആദ്യമായി പഴയ ശബ്ദം. പറഞ്ഞേര് തുളച്ചോ പെട്ടോ പെച്ചോ. എടാ സുന്ദരശ, ഇതെടുത്ത് മാറ്റി കയറി, അല്ലെങ്കിൽ ലേട്ട വന്ന് കണ്ടു കളഞ്ഞാ തൊന്ന് കളയും. ശ്രീ പുതിയ ജനാർദ്ദൻ. പെടകെട്ട്, നീ പൊട്ടപ്പറല്ല, തക്കപ്പർ. എടാ അതോ അടിച്ചൊടിക്കണ കാലും കയ്യും. അയ്യോ, രണ്ട് കാലും കയ്യും തല്ലി ഒടിച്ച്. ശ്രീ ബിജുക്കുട്ടൻ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നീ പഠിക്കുമോ? നിനക്കൊരു കാര്യം അറിയോ? ഞാൻ പറ്റി പരിപാടി നിർത്തിട്ടോ. ശ്രീ ഇന്ദ്രജിത്ത്. നമ്പൂരിച്ചൻ സ്റ്റേഷനിലോട്ട് ചെല്ലേ. നീയാണല്ലടാ മാധവൻ? വട്ടപ്പേര് പറടാ. മീശ മാധവൻ കൊള്ളാം, കാണാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. നാളെ കാണുമ്പോളെ മീശ അങ്ങ് വടിച്ചു പോരി. കൊല്ലം കുറയാലും നമ്പൂരിച്ച എങ്ങനെയാണോ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യാറ്?